ഒന്നും കഴിച്ചതുമില്ല. ടീ ബിസ്ക്കറ്റ് എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ? വേണ്ട മോളെ, അതൊന്നും വേണ്ട. അച്ഛമ്മ അവളോട് എന്തെങ്കിലും എടുത്തോണ്ട് വരാൻ പറ, എനിക്ക് വിശക്കുന്നു. ഒരു ഐഡിയ. അവളുടെ അമ്മ വരാൻ ലേറ്റ് ആവുന്നാ തോന്നുന്നത്. അച്ഛമ്മ ഇവളെ ചീത്ത പറ. നീ നല്ല സാമർത്ഥ്യമുള്ള കുട്ടിയാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടായി. എന്നാ എന്റെ പേരക്കുട്ടി കവിന്റെ അത്ര സാമർത്ഥ്യമില്ല. ഇതൊരു പുതിയ വാക്കാണല്ലോ. ഇത്രയും കാലം അച്ഛമ്മ എന്നെ നോക്കി ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാമർത്ഥ്യം എന്ന വാക്ക് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. എന്റെ പേരക്കുട്ടി അത്ര മോശമാണെന്ന് വിചാരിക്കരുത്. കാലത്ത് നേരത്തെ എഴുന്നേൽക്കും, ഏതു നേരം പഠിച്ചോണ്ടിരിക്കുവൻ. ഏയ്, എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ അച്ഛമ്മ എന്നോട് കോമഡി പറഞ്ഞോ? അച്ഛമ്മ പറയുന്നത് സത്യ അല്ലേ അച്ഛമ്മ? അതെ അതെ. സോറി മുത്തശ്ശി, ചിരി വന്നുപോയി, അതുകൊണ്ടാ ചിരിച്ചത്. എന്താ, കവിൻ നന്നായിട്ട് പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ ചിരിച്ചേ? അവനും നന്നായിട്ട് പഠിക്കുന്ന മോനാ. നിനക്ക് വിശ്വാസായില്ലേ? വേണമെങ്കിൽ രണ്ടുപേർക്കും കൂടി ഒരു ബെറ്റ് വെക്കാം. അടുത്ത എക്സാമില് ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങാൻ നോക്കാം. അയ്യോ, ഞാൻ പെട്ടുപോയല്ലോ. അച്ഛമ്മയെ കൊണ്ടുവന്നത് തെറ്റായിപ്പോയി. ഞാൻ തറപ്പിച്ചു പറയാം, എന്റെ പേരക്കുട്ടിയായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ്. അല്ലേ കവിൻ? അയ്യോ, എന്നെ വല്ലാതെ വിശ്വസിക്കുന്ന അച്ഛമ്മ. പറ്റാത്ത കാര്യം പറ്റുമെന്നാണല്ലോ അച്ഛമ്മ പറയുന്ന. ബെറ്റ് വെച്ച് പഠിക്കണമെന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടാ. ബെറ്റിൽ ഞാൻ റെഡിയാ. ഞാൻ തന്നെ ഫസ്റ്റ് പ്രൈസ് വാങ്ങുമല്ലോ. ഓ, അപ്പൊ ഞാൻ റെഡിയാ. വെരി ഗുഡ്, വെരി ഗുഡ്. എക്സാമില് ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവർക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്ത് ഗിഫ്റ്റോ? അതെ, അത് എക്സാമിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് മാത്രമാ ആ ഗിഫ്റ്റ്. അച്ഛമ്മ, അത് എന്ത് ഗിഫ്റ്റാ? ഇപ്പോഴേ തന്നേക്ക്. എക്സാമിന് എന്തായാലും ഞാൻ തന്നെ ഫസ്റ്റ് മാർക്ക് മേടിക്കാം. അറിയാടാ മോനെ, അതുകൊണ്ടല്ലേ ഞാൻ ബെറ്റ് വെച്ചത് തന്നെ. മുത്തശ്ശി, ഗിഫ്റ്റ് എനിക്ക് തന്നെ കിട്ടും. ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാം. എന്താ, ഞങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റില്ലേ? എന്റെ കയ്യിൽ എക്സാം എഴുതില്ലേ? എന്റെ തലേന്ന് പഠിപ്പ് കേറില്ലേ? ഞാൻ പഠിക്കാൻ തുടങ്ങിയുണ്ടല്ലോ. നിനക്ക് ഒരിക്കലും എന്നെ തോപ്പിക്കാൻ പറ്റില്ല, അതറിയാലോ. അതെങ്ങനെ ഇപ്പോഴേ പറയാൻ പറ്റും? എന്താ പറ്റില്ലേ? അങ്ങനെ പറ്റുമെങ്കിൽ നിന്റെ ടാലന്റ് എക്സാമിന് കാണിക്ക്, എന്നിട്ട് ഫസ്റ്റ് വാങ്ങ്. അങ്ങനെയാണെങ്കിൽ ആ ഗിഫ്റ്റ് ഞാൻ തന്നെ നിന്റെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരും. നീ എന്തിനാ വാങ്ങിച്ചു തരുന്നത്? ഞാൻ വാങ്ങിച്ചോളാം അച്ഛമ്മയോട്. എന്റെ അച്ഛമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ് നിന്നെ കൊണ്ട് വാങ്ങിപ്പിക്കോ? എന്നോട് മത്സരിക്കാൻ നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് പഠിത്തം എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടാ. എനിക്കത് മാത്രം ഇഷ്ടമല്ലാത്തത്. ഞാൻ എങ്ങനെ പഠിച്ച് ജയിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്താ നീ ആലോചിക്കുന്ന കവിൻ? അതൊന്നുമില്ല അച്ഛമ്മ, ഞാൻ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങി. അപ്പോ രണ്ടുപേരും റെഡിയല്ലേ? അതെ അച്ഛമ്മ, ബെറ്റിന് ഞാൻ എപ്പോഴേ റെഡി. അതെ മുത്തശ്ശി, ഞാനും റെഡി. ഓ, നീ റെഡി ആയല്ലേ? ഇതെങ്ങനെയുണ്ട്? ദേ നോക്കി. സ്കേർട്ട് ഞാൻ വിചാരിച്ച ഡിസൈൻ തന്നെയാ. ഇഷ്ടപ്പെട്ടമ്മേ, എനിക്ക് ഇത് മതി. ഇത് ഓക്കെ. അല്ല, നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ നോക്കായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴേ പോയേനെ. സാർ, ഇവിടുത്തെ എല്ലാ സ്റ്റാഫും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാ.
എന്തുകൊണ്ടോ ആ പെൺകുട്ടി മാത്രം അല്പം കെയർലെസ് ആയിട്ട് പെരുമാറിയതാ. ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. എനിക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കും പ്ലീസ്. അമ്മ, ഞാൻ ഏത് ഡ്രസ്സാണ് വാങ്ങാൻ വിചാരിച്ചേ ആ ഡ്രസ്സ് തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടി. നിനക്ക് ഇഷ്ടപ്പെട്ട പിന്നെ എനിക്ക് ഓക്കെ അല്ലേ? നിന്റെ സന്തോഷാണ് എന്റെ സന്തോഷം. വിജി എന്താ ഇതുവരെ കാണാത്തെ? അതെ സർ, അവളെ കാണുന്നില്ല. ചിലപ്പോ വീട്ടിൽ പോയിട്ടുണ്ടാവും. സർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പെണ്ണിനേക്കാളും ഇവരെ ഞങ്ങളെ നന്നായിട്ട് ശ്രദ്ധിച്ചത്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളെ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. ആ പെണ്ണിനെ വിശ്വസിച്ച് ഞങ്ങൾ നിന്നിരുന്നെങ്കിൽ വെറുതെ ആയേനെ. ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. എനിക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക് പ്ലീസ്. ഞങ്ങൾ ഒരുപാട് തിരക്കുള്ളവരാ. ഇതുവരെ ആ കുട്ടി വന്നില്ലല്ലോ. ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചാൽ നിങ്ങളുടെ പേരാണ് ചീത്തയാവുക. സോറി സർ, അറിയാതെ പറ്റിപ്പോയതാ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അത് പാക്ക് ചെയ്ത് ഓക്കെ സർ. വാ പോവാം. ആ വിജി ഇതുവരെ അവിടെ പോയി കിടക്ക. അവള് കാരണം ഞാനിപ്പോ നാണം കെട്ടിരിക്കുക. അവളെ ഒന്ന് വോൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സർ. വരട്ടെ ഇങ്ങോട്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. എപ്പോഴും ഇങ്ങനെയാ സർ. ഇതുപോലെ ബിസി അവേഴ്സില് എവിടേക്കാ പോകുന്ന ഒരു വാക്ക് പോലും പറയാതങ്ങ് പോവും. നിങ്ങൾ പറയണ്ട സർ. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവളോട് പറഞ്ഞോളാം. ഹലോ, ഞങ്ങളുടെ അല്ല, ഇതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോ. ഇത് വിജിയുടെ ബാഗ് പോലെ ഉണ്ടല്ലോ. അല്ല, വിജിയുടെ ബാഗ് തന്നെയാ. വിജിയുടെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവൾ ഇവിടെ എവിടെയോ ഉണ്ട്.